ഈ വർഷം ആദ്യം നടന്ന 10th ലെവൽ പരീക്ഷയുടെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു സിംഗിൾ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും അതുപോലെ തന്നെ മറ്റ് 10th ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിലും ഈ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചിട്ടേ അടുത്ത പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. കാരണം മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് വലിയൊരു ശതമാനം ചോദ്യം പരീക്ഷയ്ക്ക് വരും. പിന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള സമയം കൊണ്ട് ക്യാപ്സ്യൂൾ പോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ഉത്തരം ഡോക്ടർ DS കോത്താരിയാണ്. DS കോത്താരിയുടെ പ്രസ്താവനയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്നുള്ളത്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഡിസംബർ 10. ഡിസംബർ 10-ാം തീയതിയാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം മെറ്റേർണിക്കിൻ്റെ അഭിപ്രായമാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാര്? ഉത്തരം കുറുളി ചേകോൻ എന്ന വ്യക്തിയാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിൽ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചത്. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? അത് ഏകദേശം 7:30. അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ധനനയവുമായി ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടെയാണ്. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടെയാണ്. പൊതുകടം, പൊതുചിലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഉത്തരം 61. 61-ാം ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ഉത്തരം നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മൺസൂൺ മഴയും ഇടവിട്ട വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേത്? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഉത്തരം നമ്മുടെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ടാറ്റ സ്റ്റീൽ പ്ലാന്റ് ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഉത്തര മഹാസമതലത്തെയാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഇതൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ശരിയായിട്ടുള്ളത് താരതമ്യേന വീതി കുറവാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്. അതുപോലെ തന്നെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് ഈ പടിഞ്ഞാറൻ തീരസമതലം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരെണ്ണത്തിന് മാത്രം ബന്ധമില്ല, ബാക്കി 2 ബന്ധമുള്ളതാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും അയ്യങ്കാളിയാണ്. ഒരുപാട് പേര് വാദിച്ചിട്ടുണ്ടെങ്കിലും അയ്യങ്കാളിയും അതിനകത്തൊരു ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. കല്ലുമാല സമരം ഒത്തിരി നമ്മൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതല്ലേ. അടുത്ത ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ഉത്തരം ചമ്പാരനാണ്. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം.
ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ജോ നാഥൻ ഡങ്കനാണ്. ജോ നാഥൻ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബന്ധമില്ലാത്തത് ഞാൻ പറയുന്നില്ല, ഇവിടെ ബന്ധമുള്ളത് മാത്രം ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുമെന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നുള്ളതും ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധമില്ലാത്തത് ദ്വിവർണ്ണമൊന്നും കണക്റ്റഡ് അല്ല, ഇത് രണ്ടും ബന്ധമുള്ളതാണ്. ഓക്കെ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനെയാണ്. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2024 ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണിത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. യോഗ്യശ്രീ എന്ന ഒരു പദ്ധതി അടുത്തിടെ പശ്ചിമ ബംഗാൾ നടപ്പിലാക്കിയായിരുന്നു. അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമായിരുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ ലഭിച്ചത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഉത്തരം സ്വത്തവകാശം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഭരണഘടനയിലെ മൗലിക അവകാശമല്ല. നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ളതാണ്, ലീഗൽ റൈറ്റ് ആണത്. പക്ഷേ ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും എല്ലാം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. ഇപ്പോഴത്തെ വിഭജിച്ച് വന്ന റഷ്യയൊക്കെ ഉൾപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 3 പ്രസ്താവനകളും തെറ്റായിട്ടുള്ള പ്രസ്താവനകളായതുകൊണ്ട് അത് ഞാൻ എടുത്തു പറഞ്ഞ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു പോയിന്റ് പോലും ഞാൻ കേട്ടുന്നില്ല. ശരിയായിട്ടുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. ദേശീയ ഗാനം ശരിക്കും ജനഗണമനയാണ്. ഈ ജനഗണമനയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 52 സെക്കൻഡാണ്. അതുപോലെ ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ച വ്യക്തിയുടെ പേരേത് എന്ന് ചോദിച്ചാൽ സരളാദേവി ചൗധരാണിയാണ് ആദ്യമായിട്ട് ഇത് ആലപിച്ചത്. ഓക്കെ. ഈ 11 കൊൽക്കത്ത സമ്മേളനത്തിൽ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ഈ ജനഗണമനയുടെ കർത്താവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ഇതിൻ്റെ കർത്താവ്, സൃഷ്ടാവ് എന്നൊക്കെ പറയുന്നത്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയ വ്യക്തി റാം സിംഗ് താക്കൂറാണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന ഇതെല്ലാം തെറ്റായതുകൊണ്ടാണ് ആ പോയിന്റുകൾ ഞാൻ പറയാതെ ശരിയായിട്ടുള്ളവ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയത്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഉത്തരം രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് എന്നൊരു ചോദ്യമാണ് ഇവിടെ വന്നേക്കുന്നത്. പലപ്പോഴും മത്സര പരീക്ഷകളിലെ മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷണർ എന്നൊക്കെ ഒരു ചോദ്യം കാണും. ചിലപ്പോൾ ആ ചോദ്യം കുറച്ച് പഴയ ചോദ്യമായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു വിവരാവകാശ കമ്മീഷണർ അല്ലായിരിക്കും സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ നമ്മളതങ്ങനെ കേട്ട് പോവുകയോ അല്ലെങ്കിൽ വായിച്ച് പോവുകയോ ചെയ്യുമ്പം ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വിവരാവകാശ കമ്മീഷണർ ഇതാണല്ലോ എന്നുള്ളൊരു ഇത് പതിയും. എപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പ് ഓരോ സ്ഥാനം വഹിക്കുന്ന കറണ്ട് പൊസിഷൻ ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. എപ്പോഴും നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. ഇത് കുഴപ്പമില്ല, നിയമിക്കുന്ന എപ്പോഴും പ്രസിഡന്റ് തന്നെയല്ലേ, പ്രസിഡന്റിൻ്റെ പേരായിരിക്കും മാറി വരുന്നത്. ഇപ്പോഴത്തെ ദ്രൗപദി മുർമുവാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തെ അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓരോ 5 വർഷം കഴിയുമ്പോഴും എല്ലാം മാറുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോണം. രാഷ്ട്രപതിയും കാര്യങ്ങളൊക്കെ കുറച്ച് അധിക കാലം ഉണ്ടാകും, ബാക്കിയുള്ളതൊക്കെയാണ് മാറുന്നത്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും ഇവിടെ നൽകിയിരിക്കുകയാണ്. അതൊന്ന് ചേരുംപടി ചേർക്കാൻ പറഞ്ഞുകൊണ്ട് ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിക്കും തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അത് വകുപ്പ് 17 ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ഭരണഘടന പഠിപ്പിച്ചപ്പോൾ ഒരു കോഡൊക്കെ പറഞ്ഞിട്ടുണ്ട് 17, 7 ഇഴയുക. ഇഴജന്തുക്കളില്ലേ, പാമ്പൊക്കെ, ഇഴജന്തുക്കളൊക്കെ നമുക്ക് തൊടാനൊരു മടിയല്ലേ, ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇഴജന്തുക്കളെ തൊടാൻ മടി, തൊട്ടുകൂടായ്മ, ഇഴജന്തുക്കളെ 7, 17 എന്ന് കണക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞായിരുന്നു. എല്ലാത്തിനും ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഉത്തരം മാത്രം പറഞ്ഞു പോവാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് വകുപ്പ് 32 32 ഹൃദയവും ആത്മാവും. ഇതൊക്കെ പലതവണ PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്, പല മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു പൊക്കോണം. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി കമ്മീഷൻ, സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ. ഓക്കെ. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഉത്തരം മൻഡാമസ് ആണ്. റിട്ട് എപ്പോഴും നമ്മൾ റിട്ട്സ് പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് നോക്കിയിട്ടേ പോകാവുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഈ റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം മൻഡാമസ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ഉത്തരം 22 22 ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ളത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമേത്? ഉത്തരം കരിമീനാണ്. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ 9. ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. കേരളത്തിൻ്റെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഉത്തരം 3. 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കബനി, ഭവാനി, പമ്പാറൊക്കെ അറിയാലോ. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാടാണ്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഉത്തരം അബ്ദുറഹ്മാനാണ്. ഈ ഒരു ചോദ്യപേപ്പറിലെ ഇത് പ്രകാരം ഉത്തരം ഞാൻ വീണ്ടും പറയുന്നു, പരീക്ഷയ്ക്ക് മുമ്പ് ഇതെല്ലാം നോക്കിയിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ. മന്ത്രിമാരൊക്കെ ആരൊക്കെയാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം മഹാദേവ് ഗോവിന്ദ റാനഡെ അഥവാ MG റാനഡെയാണ് ഈ കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന വ്യക്തി. ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കേരളത്തിലെ നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള 3 പേരും. അപ്പം സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? ഉത്തരം KM പണിക്കരാണ്. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. ഇത് AK ഗോപാലിനെ പറ്റിയുള്ള വിശദീകരണങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. AK ഗോപാലൻ്റെ ആത്മകഥയാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. ദർബാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. ദർബാർ സാഹിബ് അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള എന്ന് അറിഞ്ഞിരിക്കുക. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, അതുപോലെ നിവർത്തന പ്രക്ഷോഭം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ്. ഇതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു, ആധുനിക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നൊക്കെ വിശേഷണമുള്ളത് ആര് എന്നൊക്കെ GP പിള്ളയുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. മലയാളി മെമ്മോറിയലുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു.
ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഷൺമുഖം ചെട്ടി പെടാത്തതാണ്. അപ്പം പനമ്പള്ളി ഗോവിന്ദ മേനോനും ഇക്കണ്ട വാര്യരും എസ് നീലകണ്ഠ അയ്യരും ഒക്കെ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു. ഏത്? ഉത്തരം അഗസ്തീശ്വരമാണ്. അഗസ്തീശ്വരം തമിഴ്നാടിന് വിട്ടുകൊടുത്തിരുന്നു. അതൊന്ന് ഓർത്തോണം. അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ 1-2 പോയിന്റുകൾ ഞാൻ പറയാം. ദക്ഷിണ കാനറ ജില്ലയിലെ കാസർഗോഡ്, ഹോസ്ദുർഗ് എന്നിവ കേരളത്തോട് ചേർന്നിരുന്നു ഈ ഒരു ഇത് പ്രകാരം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭാഗമായ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിങ്ങനെയുള്ള താലൂക്കുകളാണ് മദ്രാസിനോട് ചേർത്തത്. അപ്പോൾ മദ്രാസിനോട് ചേർത്ത താലൂക്കുകളാണ് അഗസ്തീശ്വരം, തോവാള, കൽക്കുളം, വിളവൻകോട് എന്നിവയൊക്കെ. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഉത്തരം നിശാന്തതയാണ്. നിശാന്തതയും വിറ്റാമിൻ എയുടെ കുറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഹിമോഫീലിയ ജീവിതശൈലി രോഗമല്ല. പ്രമേഹവും ഫാറ്റി ലിവറും പക്ഷാഘാതവും ഒക്കെ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. നിശബ്ദ വസന്തം, സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കേഴ്സൺ ആണ്. പലതവണ BSc ചോദിച്ചിട്ടുള്ളതാണ്. റേച്ചൽ കേഴ്സൻ്റെ പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമേത്? പെരിയാർ ഒരു വന്യജീവി സങ്കേതമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ഇനാമലാണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഉത്തരം ലിംഫോസൈറ്റ് ആണ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക പാവല്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി 2023 ആചരിച്ചു. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് 5 ലക്ഷം രൂപ. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഈ തന്നിരിക്കുന്ന സന്ദർഭങ്ങൾ പരിഗണിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആണ് പോസിറ്റീവായ സന്ദർഭങ്ങൾ എന്നുള്ളതാണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തിയാണ്, അത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ്, അതും ശരിയായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സന്ദർഭമാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ അത് കുറേ പറയാനുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ Fനും Pക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത് എന്നിവയാണ്. അപ്പം ഇത് ഓരോ സ്പോട്ടിലും Fനും 2Fനും ഇടയിൽ Fനും പോളിനും ഇടയ്ക്ക് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് പരീക്ഷയ്ക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ടേ പോകാവുള്ളൂ. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം 310 കെൽവിനാണ്. 98 ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 310 കെൽവിന് തുല്യമാണ്. ഫാരൻഹീറ്റിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റുക, കെൽവിനിൽ നിന്ന് ഫാരൻഹീറ്റിലേക്ക് മാറ്റുക, 273 കൂട്ടുന്നതും അങ്ങനത്തെ മറ്റേ ഡിഗ്രി സെൽഷ്യസിൻ്റെ അതെല്ലാം പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ഓക്കെ, ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ U² = V² - 2AS എന്ന് പറയുന്നത് മാത്രമാണ് ശരിയായിട്ട് അവർ കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഓപ്ഷൻ B മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത്. ഒന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് V = U+AT എന്ന് പറയുന്നതാണ്. അവിടെ കൊടുത്തേക്കുന്നത് U+ST അല്ലേ. അപ്പോൾ അങ്ങനെ തെറ്റായിട്ടുള്ളതൊന്നും നോക്കണ്ട. V = U+AT ആണ് ഒന്നാം ചലന സമവാക്യം. അതുപോലെ S = UT + ½ AT² എന്ന് പറയുന്നതാണ് രണ്ടാം ചലന സമവാക്യം. മൂന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് V² = U² + 2AS. അതൊന്ന് മാറ്റി കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഈ ചലന സമവാക്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷയ്ക്ക് പഠിക്കണം. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യമുണ്ട്. രാസോർജ്ജം ഗതികോർജ്ജമാക്കി മാറ്റുന്നതാണ് ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ പരിവർത്തനം. സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇതിലൊരെണ്ണം മാത്രം തെറ്റാണ്, ബാക്കി രണ്ടും ശരിയാണ്. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. അതുപോലെ തന്നെ ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. H2 എന്നല്ലേ നമ്മൾ പറഞ്ഞത്, എപ്പോഴും H2 ആയിട്ടാണല്ലോ, അങ്ങനെയൊക്കെ ഓർത്തോളുക. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ചോദ്യം. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ.
ഡിഫറൻറ്റ് മാസ് നമ്പർ, സെയിം ആറ്റോമിക നമ്പർ, സെയിം എലമെൻറ്റ്, അതാണ് ഐസോടോപ്പ് എന്ന് ഓർത്തിരിക്കുക. ആറ്റോമിക സംഖ്യ 8 മൂലകം ഏതാണ്? ഓക്സിജനാണ്. 8ാമത്തെ നമ്പറുള്ളത്, ആറ്റോമിക നമ്പർ 8 ഉള്ളത് ഓക്സിജനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം പട്ടിക പരാമർശിക്കുന്നത്. ആ പോയിന്റ് ഒന്ന് പഠിച്ചു പോവുക. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനത്തെ പറ്റി പരാമർശിക്കുന്നതാണ് ഭരണഘടനയിലെ 7ാം പട്ടിക. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലത് താഴെ നൽകിയിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടെ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും സച്ചിൻ ടെണ്ടുൽക്കറുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇത് 4ഉം നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയും സച്ചിനാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരമാണ് സച്ചിൻ. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഇത്രയും പോയിന്റുകൾ സച്ചിനുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യവുമായി കണക്ട് ചെയ്ത് ഒന്ന് ഓർത്തോളുക. പുള്ളിക്ക് 1994 അർജുന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പോയിന്റുകൾ സച്ചിനുമായി ബന്ധപ്പെട്ട് പഠിക്കാനാണ് നമുക്കുണ്ട്. ഇത്രയെങ്കിലും ഒന്ന് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു 2 സെക്ഷൻ ഓഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിയായവ നോക്കാം. കേരള നടനം കേരള നടനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത് ഗുരു ഗോപിനാഥാണ്. അപ്പം കേരള നടനവും ഗുരു ഗോപിനാഥുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. കേരള നടനം ഗുരു ഗോപിനാഥ്. ഇനി യക്ഷഗാനം പാർത്ഥി സുബ്ബയാണ്. പാർത്ഥി സുബ്ബയാണ്. അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് പാർത്ഥി സുബ്ബ. ചോദ്യം എന്ന് പറയുന്നത് കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളും കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ യക്ഷഗാനം പാർത്ഥി സുബ്ബ. ചവിട്ട് നാടകം ചിന്നത്തമ്പിപ്പിള്ള. ചവിട്ട് നാടകത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് ചിന്നത്തമ്പിപ്പിള്ള. അതുപോലെ കൂടിയാട്ടമാണെങ്കിൽ ഗുരുമണി മാധവ ചാക്യാർ. കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് ഓർക്കുക. നെക്സ്റ്റ് ചോദ്യം, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ലിഗ്നോസാറ്റ് ആണെന്ന് ഓർക്കുക. ഇത് ലോകത്തിൽ ആദ്യമായി തടി കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. അതുപോലെ എക്സോസാറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, എക്സ്പോസാറ്റ്. അത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താനുള്ള ഇന്ത്യൻ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. 2024 ജനുവരി 1 എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ ഈ കൂട്ടത്തിൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വലുതായിട്ടുള്ള അറിവൊന്നും ഇല്ലെങ്കിലും ഈ മേഖലയായിട്ട് നമുക്ക് നോർമലി നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓപ്ഷനുകൾ വായിച്ചാൽ മനസ്സിലാവും. അതുമായിട്ട് ചേരാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടെ എംബസികളൊക്കെയാണ്. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ എംബസികളും അതുപോലെ ഹൈക്കമ്മീഷനും ഒന്നും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നതല്ല. അപ്പോൾ അതാണ് ഉത്തരം. എന്നാൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റ് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, അതുപോലെ കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ, ഇവയെല്ലാം നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അത് മനസ്സിലാക്കിയിരിക്കുക. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ്
കോഴിക്കോട്. പോയിന്റ് ഓർത്തിരിക്കുക. ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 2023 യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് എന്ന് ഓർക്കുക. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ആശയങ്ങൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളവയാണ്. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നു. ഈ ഒരു ഗിഗ് പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണെന്ന് ചിലപ്പോൾ ഒരു സംശയം കാണും, ഇതെന്താണ് സംഭവം എന്നൊക്കെ. കാറ്ററിംഗ് ഇവൻറ്റുകൾ മുതൽ സോഫ്റ്റ്വെയർ വികസനം വരെ എല്ലാത്തിലും മണിക്കൂർ തോറും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് ഗിഗ് വർക്കർമാർ എന്ന് പറയുന്നത്. കാറ്ററിംഗ് ഇവൻറ്റുകൾ മുതൽ സോഫ്റ്റ്വെയർ വികസനം വരെ എല്ലാത്തിലും മണിക്കൂർ തോറും അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് ഗിഗ് വർക്കർമാരെന്ന് പറയുന്നത്. ഒരു പ്ലാറ്റ്ഫോം വർക്കർ എന്നാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നേരിട്ട് സേവനങ്ങൾ നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് എന്നും ഓർത്തിരിക്കുക. ഒരു പ്ലാറ്റ്ഫോം വർക്കർ എന്നാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ നേരിട്ട് സേവനം നൽകുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് പ്ലാറ്റ്ഫോം വർക്കർ. ജസ്റ്റ് ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്ത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഗണതന്ത്ര മണ്ഡപം എന്നാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. അത് അന്ന് ക്യാൻസൽ ചെയ്ത ഒരു ചോദ്യമാണ്. സോ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിന്ധു നദിയുടെ പോഷക നദികളിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യമാണ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളാണ് ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഈ ചെനാബ് നദിയാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി. അപ്പോൾ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് ഒക്കെ സിന്ധുവിൻ്റെ പോഷക നദികളാണ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏത്? ഇവിടെ ഉത്തരം നവംബർ മധ്യമാണ്. നവംബർ മാസമാണ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിലെ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം മുംബൈയാണ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന റൂർക്കേല സ്റ്റീൽ പ്ലാന്റാണ് ജർമ്മനിയുടെ സഹായത്തോടെ 1959 സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ഓക്കെ. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നാണ് അടുത്ത ചോദ്യം. ഉത്തരം ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ആ ചോദ്യത്തിൽ തന്നെ അടുത്ത ചോദ്യം ഉണ്ടാകും ഒരുപക്ഷെ വേറൊരു പരീക്ഷയിലെ. ഓർത്തോണം. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഓക്കെ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ഉത്തരം തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ സ്ഥലങ്ങൾ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു.
ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിലെ ഈ ത്രിഭാഷാ പദ്ധതി എന്നൊക്കെ പറയുന്നത് പുള്ളിയുടെ ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെടാത്തതാണ്, ബാക്കിയെല്ലാം ഉൾപ്പെടുന്നവയാണ്. അപ്പോൾ കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നവയാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇവയെല്ലാം DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നവയാണ്. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഉത്തരം പറവൂരാണ്. കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ചോദ്യം, തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ലിഗ്നൈറ്റ് ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നവോത്ഥാന നായകന്മാരും അവരുടെ സംഭവങ്ങളും പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. കുമാരഗുരുദേവനല്ല സമത്വ സമാജം, അത് വൈകുണ്ഠ സ്വാമികളാണ്. വാഗ്ബടാനന്ദൻ്റെ തന്നെയാണ് ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം. വാഗ്ബടാനന്ദൻ്റെ ആത്മവിദ്യാസംഘം, VT ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭ, പണ്ഡിറ്റ് KP കറുപ്പൻ്റെയാണ് അരയ സമാജം. ഓക്കെ. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഓപ്ഷൻ ഡി. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആര്? ബഹദൂർ ഷാ രണ്ടാമനാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ബാലഗംഗാധര തിലകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ്? അഭിനീന്ദ്രനാഥ ടാഗോറാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. അഭിനീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ രൂപമാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വന്നത്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. ഫസൽ അലി കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 1936. തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1936. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഈ ഒരു സാംസ്കാരികവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, ബാക്കിയെല്ലാം അത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശം ഇവയൊക്കെ. ഓക്കെ. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ഉത്തരം
ശ്രീലങ്കയാണ്. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ശ്രീലങ്കയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം ബാസപ്പ ദാനപ്പ ജട്ടി. ബാസപ്പ ദാനപ്പ ജട്ടി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത വ്യക്തി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ഏത്? ഉത്തരം അനുച്ഛേദം 51(4) അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം 51(4). അടുത്ത ചോദ്യം, രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കുമുള്ള ശമ്പളം, ബത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത്? ഉത്തരം ആർട്ടിക്കിൾ 97. ആർട്ടിക്കിൾ 97 രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും അതുപോലെ തന്നെ ലോക്സഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഒക്കെയുള്ള ശമ്പളം, ബത്ത എന്നിവയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ ശരിയായവ മാത്രം ഞാൻ വായിക്കാം, തെറ്റായവ ഞാൻ പറയുന്നില്ല. നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻറ്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇവയൊക്കെ ശരിയായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എയിൽ കിടക്കുന്നത് മാത്രം തെറ്റാണ്. വിവരാവകാശ കമ്മീഷൻ്റെ ഘടന എന്ന് പറഞ്ഞുകൊണ്ടൊരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അവയിൽ ശരിയായവ മാത്രം ഞാൻ പറയാം. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ ഇവരൊക്കെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. ഘടന എന്ന് പറയുന്നത് വിവരാവകാശ കമ്മീഷൻ്റെ ഘടനയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിൻറ്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ ഇവരൊക്കെയാണ് വിവരാവകാശ കമ്മീഷനിൽ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ്റെ ഘടന എന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ചോദ്യം, നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരി നായരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ഉത്തരമായിട്ട് വന്നത്. ഇതൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പരീക്ഷയ്ക്ക് മുമ്പ് കറണ്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഏതാണ് എന്നാണ് നെക്സ്റ്റ് ചോദ്യം വന്നിരിക്കുന്നത്. നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ്, ഉത്തരം NH66, മുംബൈ മുതൽ ഗോവ വരെയുള്ള NH66. നമ്മുടെ നാട്ടിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ ട്രോളുകളൊക്കെ നിങ്ങൾ കാണാൻ വേണം. NH66 അത്യാവശ്യം കിടുക്ക് റോഡായിരുന്നു. ഇടയ്ക്കിപ്പം ഇടിഞ്ഞൊക്കെ വീടുകയൊക്കെ ചെയ്തായിരുന്നു മഴയൊക്കെ പെയ്തപ്പം. അപ്പോൾ ആ ഒരു റോഡ് NH66 മുംബൈ മുതൽ ഗോവ വരെയുള്ള നാഷണൽ ഹൈവേ ആണത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് NH66. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 39(b) ആണ്. ഇതുപോലത്തെ പരീക്ഷകളിൽ ചോദിക്കുന്ന അനുച്ഛേദം അടുത്ത പരീക്ഷകളിലും ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവുള്ളൂ. സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 39(b). കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്ര? ഉത്തരം 34. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ല. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം പാലക്കാട്. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല
പാലക്കാടാണ് എന്ന് ഓർത്തിരിക്കുക. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരമാണ് അയ്യങ്കാളി ജനിച്ച ജില്ല. തിരുവനന്തപുരമാണ് അയ്യങ്കാളി ജനിച്ച ജില്ല. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ്റെ പേര് ഗിഫോർഡ് എന്നാണ്. അടുത്ത ഈ ഒരു ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. വാഗൺ ട്രാജഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10 1921 ഇവിടെ 1800 എന്നൊക്കെ കൊടുത്തേക്കുന്നത് തെറ്റാണ്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. ആ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് ജനിച്ചത് പൊന്നാനി താലൂക്കിലാണ്. 1896 മാർച്ചിലാണ് VT ഭട്ടതിരിപ്പാട് ജനിച്ചത്. താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യമാണ്. പാലിയൻ സത്യാഗ്രഹവും ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ല. പക്ഷേ വൈക്കം സത്യാഗ്രഹം, ഹരിജൻ ധനസമാഹരണം, നിസ്സഹകരണ സമര പ്രചാരണാർത്ഥം ഇവയെല്ലാം ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമുണ്ട്. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാം? എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ഒരേ വർഷമാണ് ജനിച്ചത്. 1863 വെങ്ങാനൂരാണ് അയ്യങ്കാളി ജനിച്ചത്. അതുപോലെ തന്നെ പൽപ്പു ജനിച്ചത് തിരുവനന്തപുരത്തെ പേട്ടയിലാണ് 1863 തന്നെ. അപ്പോൾ ഡോക്ടർ പൽപ്പുവും അയ്യങ്കാളിയും ഒരേ വർഷമാണ് ജനിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമേത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. ഉത്തരം കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലാണ് നടന്നത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം ഏതെന്ന് ചോദിച്ചുള്ളത് മൊറാഴ സമരമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം കയ്യൂർ സമരമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആര് എന്നാണ് നെക്സ്റ്റ് ചോദ്യം. AV കുട്ടിമാളു അമ്മ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത AV കുട്ടിമാളു അമ്മയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം കുമാര ഗുരുദേവൻ. പൊയ്യൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ചോദിച്ചുകൊണ്ട് 4 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചാൽ അയാളുടെ ശരീര തുലനനില പാലിക്കപ്പെടുന്നില്ല. ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ്. ഒന്നാമത്തെയാണ് ശരിയായിട്ടുള്ളത്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ്. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൺ ആണ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമേത്? അത് പെരിയോസ്റ്റിയം ആണ്. അസ്ഥിയെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ജീവകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജീവകം K ആണ്. ഓർക്കുക, മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ജീവകം K നിർമ്മിക്കാനാവും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഈ 65ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തായിരുന്നു. അടുത്ത ചോദ്യം. ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? ഉത്തരം വൈറസാണ്. മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു വൈറസാണ് എന്ന് ഓർത്തിരിക്കുക.
പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മെയ് 23 പ്രാധാന്യം എന്താണ്? ആ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. മെയ് 23 പ്രാധാന്യം കാലാവസ്ഥാ ദിനമാണ് മെയ് 23. ആ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. നെക്സ്റ്റ് ചോദ്യം, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം വയോമധുരമാണ്. വയോമധുരം. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം ഏതാണ് എന്നാണ് നെക്സ്റ്റ് ചോദ്യം. ഉത്തരം തിരുവനന്തപുരം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കാർഡിയോളജി ഏത് അവയവത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഉത്തരം ഹൃദയം. കാർഡിയോളജി ഹൃദയത്തിൻ്റെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്. ഏതുതരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏത് മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരമാണോ, ദ്രാവകമാണോ, അതോ വാതകമാണോ? ഏതാണ്? ഖരമാണ്. ഖരം വാതകത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. പ്രവൃത്തിയുടെ യൂണിറ്റ്, അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവെന്ന് പറയുന്നത് ഊർജ്ജമാണ്. ഊർജ്ജത്തിൻ്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റ് ഒന്നാണ്, ജൂള്. നെക്സ്റ്റ് ചോദ്യം, ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം രാസഫലമാണ്. വൈദ്യുതിയുടെ രാസഫലം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ രാസഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? അതാണ് നെക്സ്റ്റ് ചോദ്യം. ഉത്തരം 1.62 ആണ്. 1.62 m/s² ആണ് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 m/s² ആണ്. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം JJ തോംസൺ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് JJ തോംസൺ ആണ്. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. ഉത്തരം പ്രവേഗമാണ്. പ്രവേഗം ഒരു സദിശ അളവാണ്. അതുപോലെ ദൂരം, വേഗം, സമയമൊക്കെ അദിശ അളവാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഉത്തരം ടാട്രാസിൻ. ടാട്രാസിനാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഉത്തരം സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ഉത്തരം പൊട്ടാസ്യം. പൊട്ടാസ്യമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായതേത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. യഥാർത്ഥത്തിൽ വരുന്നത് കേരള പോലീസിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. ഈ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്നൊരു കോമൺ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊന്നും അറിഞ്ഞില്ലേ പോലും ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാൻ സാധിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ നമുക്ക് ഓപ്ഷൻ നോക്കി ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ തന്നെ ആ ഒരു മൂന്നാമത്തെ ഇത് കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് അറിയാമെങ്കിൽ ഓപ്ഷൻ C നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം അത് മാത്രം അവിടെ തെറ്റായിട്ട് കൊടുത്തേക്കുന്ന തൃശ്ശൂരെന്ന് മാത്രം ശരിയെന്നുള്ളതല്ല ഓപ്ഷൻ C കിടക്കുന്നത്. അതിൽ എലിമിനേറ്റ് ചെയ്യാം. എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ D എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 1, 3 ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ 2, 3 ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ B എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എയിലേക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഒരു ഒറ്റ പോയിന്റ് അറിഞ്ഞുകൊണ്ട് തന്നെ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ആ ഒരു എലിമിനേഷൻ പരിപാടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ ഓർത്തോണം, ഒന്ന് സെറ്റ് ചെയ്തോണം. പെട്ടെന്ന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഡാമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നദികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാച്ച് ദ ഫോളോയിങ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. ബക്രാനങ്കൽ
സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബക്രാനങ്കൽ സത്ലജിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുദ് മഹാനദി, ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുദ് ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെഹരി ഭാഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. പിന്നെ സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. അത് ശരിയായിട്ടുള്ളതാണ്. 1, 2, 4 ശരി. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുദ് മഹാനദി, സർദാർ സരോവർ നർമ്മദ നദി. ഓക്കെ, അതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ശരിയായിട്ടുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1906 വാഗ്ഭടാനന്ദൻ തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. അതുപോലെ തന്നെ 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. ഇവയെല്ലാം വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്ത ചോദ്യം ഞാനിവിടെ പറയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നാമത്തേത് സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് സവർണജാഥ. അതുപോലെ തന്നെ EV രാമസ്വാമി നായ്ക്കർ ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹത്തിൽ EV രാമസ്വാമി നായ്ക്കർ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മി ഭായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തതേത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ 4-ാമത്തേത് മാത്രം അദ്ദേഹത്തിൻ്റെ അല്ല. ബാക്കിയുള്ള പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസും തൂഫത്തുൽ മുഅഹുദ്ദീനും അതുപോലെ തന്നെ ഗേറ്റ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്ന കൃതിയും രാജാറാം മോഹൻ റോയുടെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 4 മാസത്തെ ഫോളോയിങ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് എന്നും അറിഞ്ഞിരിക്കുക. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്ന് ചോദിച്ചുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിലെല്ലാം ശരി തന്നെയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താലിം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലിയാണ്. പോയിന്റുകളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് അടുത്ത ചോദ്യത്തിൽ ചോദിച്ചേക്കുന്ന. കുറച്ച് ജോഡികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തെറ്റായ നമുക്ക് പഠിച്ചു പോകണ്ടല്ലോ. ശരിയായത് മാത്രം ഇവിടെ പറഞ്ഞു പോവാം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാമാണ്. ഇൻ്റർപോൾ ലിയോണാണ്. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, അതുപോലെ തന്നെ ഇൻ്റർപോൾ ലിയോണാണ് എന്നും അറിഞ്ഞിരിക്കുക ഈ കൂട്ടത്തിൽ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച ബർവയാണ്. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച ബർവയാണ്. ഹിമാലയത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് അതിർത്തിയിലുള്ള ഒരു കൊടുമുടിയാണ് ഈ നംച ബർവ എന്ന് പറയുന്നത്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരേവ. കരേവ എന്നത് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാറ്റ് ഹോൾ മൈനിങ് ആണ്. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം റാറ്റ് ഹോൾ മൈനിങ് നിയന്ത്രിച്ചു. ഓക്കെ, റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ ഒരു പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. ചന്ദ്രോപരിതലത്തിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ഈ ടൈറ്റാനിയം എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റാനിയം ഓക്സൈഡാണ് ടൂത്ത് പേസ്റ്റിലെ ഒരു പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകി നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓർക്കുക, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞ് പുളഞ്ഞൊഴുകി നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ
തടാകങ്ങൾ. നെക്സ്റ്റ് ചോദ്യം, നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. നറോറ ആണവ നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലാണ്. റഷ്യയിലെ കസാനിലാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം, ഗുർ ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? പഞ്ചസാര വ്യവസായം. ഗണ്ഡസാരി എന്നൊക്കെ നോർമലി നാട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ. പഞ്ചസാര വ്യവസായം, കരിമ്പൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ ഗണ്ഡസാരി എന്ന പദങ്ങളെന്ന് അറിഞ്ഞിരിക്കുക. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അജണ്ട 21. ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അജണ്ട 21 എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായത് 2010 ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ്. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ്. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം ബന്ധമില്ല, ബാക്കിയുള്ളതെല്ലാം ബന്ധമുള്ളതാണ്. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, അതുപോലെ നികുതി നൽകാതിരിക്കുക, ഇതൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് മാത്രം ബന്ധമില്ല. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം നവമഞ്ജരിയാണ്. നവമഞ്ജരി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളാവീര. ധോളാവീര എന്നത് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളാവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ ഗുലാംഗിരി ആനി ബസന്റിൻ്റെ അല്ല, ബാക്കിയുള്ളതെല്ലാം ബന്ധമുള്ളതാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. രണ്ടും ആനി ബസന്റാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബസന്റാണെന്ന് ഓർക്കുക. പാഞ്ചാലി ശബദം എഴുതിയതാര്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശബദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. മഹാലക്ഷ്മി സ്കീം തെലങ്കാനയാണ്. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം തെലങ്കാനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിലാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിൽ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിൽ. അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണെന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവയെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്ര വികസനം, മാനവികത, പുരോഗതി, അതുപോലെ മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതെല്ലാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നവയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യമാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ
കമ്മീഷൻ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നും ഓർത്തിരിക്കുക. മനുഷ്യാവകാശ കമ്മീഷനെയും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ. സുകുമാർ സെന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് അറിഞ്ഞിരിക്കുക. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ആനന്ദമഠം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇവരെല്ലാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഇവരെല്ലാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഇവിടെ കൊടുത്തിരിക്കുന്നവൽ കബനിയാണ്. കബനി, ഭവാനി, പാമ്പാറൊക്കെയാണല്ലേ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് PR ശ്രീജേഷ്. നമ്മുടെ PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം വരയാടാണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഉത്തരം രാമനാട്ടമാണ്. രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ നാഫ്തയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2 ഉള്ളൂ. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. അതുപോലെ തന്നെ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. കുറിച്യൽ കലാപവുമായി ബന്ധപ്പെട്ട് ഈ 2 പോയിന്റുകളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോവുക. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന നിഹോൺ ഹിൻഡാൻക്യോ ആണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടനാണ് എന്ന് ഓർത്തിരിക്കുക. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പനാണ് ജാതിക്കുമ്മി എഴുതിയത്. അതുമാത്രമാണ് ശരിയായ ജോഡി. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് ഓർത്തിരിക്കുക. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്. VT ഭട്ടതിരിപ്പാട്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി അക്കാമ്മ ചെറിയാനാണ്. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് KB മേനോൻ എന്ന് അറിഞ്ഞിരിക്കുക. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട്. മഹാകവി G ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. സസ്യങ്ങൾ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഉത്തരം ഒവ്യൂൾ വിത്താകുന്നു. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എക്സിറ്റു കൺസർവേഷന് ഒരു ഉദാഹരണമാണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഗോൾജി കോംപ്ലക്സ് ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഗ്ലോബുലിൻ രക്തത്തിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ്. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ലിപ്പേസ്. മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിപ്പേസ് ആണ്. പ്രോട്ടിയേസും അതുപോലെ പെപ്സിനും ട്രിപ്സിനും ഒക്കെ ബന്ധമുള്ളതാണ്.
തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായിട്ടുള്ളത് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീരണം കുറയും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ് എന്നും അറിഞ്ഞിരിക്കുക ഈ കൂട്ടത്തിൽ. അടുത്ത ചോദ്യം, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടതാണ് ക്യൂണിക്കൾച്ചർ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഉത്തരം തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ 2, 3 ശരി. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണപ്പെടുന്നു സിനാപ്സ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നതാണ് സിനാപ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. അതുപോലെ സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ബേക്ക്ലൈറ്റ് ഒരു തെർമോപ്ലാസ്റ്റിക് അല്ല. പോളിത്തീനും പോളിവിനൈൽ ക്ലോറൈഡും നൈലോണും ഒക്കെ തെർമോപ്ലാസ്റ്റിക്കാണ്. പ്രോട്ടീന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡാണ്. പ്രോട്ടോണിന് പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ആണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ത്വരണത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. സ്ഥിതികോർജ്ജം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നതിൽ ആറ്റോമിക് റിയാക്ടറുകളിലെ എനർജി ഗ്രീൻ എനർജി അല്ല. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഹൈഡ്രോ ഇലക്ട്രിക് പവറൊക്കെ ഗ്രീൻ എനർജിയാണ്. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാസോണിക് തരംഗം. സോണാറിൽ അൾട്രാസോണിക് തരംഗമാണ് ഉപയോഗിക്കുന്നത്. വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 സ്വാമിത്തോപ്പ്, നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ്. അങ്ങനെയല്ലല്ലോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് മാത്രം തെറ്റാണ്. ബാക്കി 3 ശരിയാണ്. ശരിയായവ കൂടെ നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അയ്യാവഴി എന്നത് വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിതയാണ്. അരുൾ നൂൽ എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. അരുൾ നൂൽ എന്നത് വൈകുണ്ഠസ്വാമികളുടെ രചനയാണ്. വൈകുണ്ഠസ്വാമി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്നും അറിഞ്ഞിരിക്കുക. വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ശരിയായവ നമുക്ക് പഠിച്ചു പോകാം. 1812 കുറിച്യർ കലാപം നടന്നത്. രാമൻ നമ്പിയാണ് കുറിച്യർ കലാപത്തിൻ്റെ നേതാവ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് തെറ്റാന്ന് മനസ്സിലാവും. 1812 കുറിച്യ കലാപം നടന്നത്. അതുപോലെ തന്നെ വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഈ ഒരു കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് കലാപകാരികൾ ഉയർത്തിയതാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. ഓക്കെ. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഗോത്രവർഗ്ഗക്കാരായ കുറിച്യരുടെയും അതുപോലെ കുറുമ്പരുടെയും മേൽ ബ്രിട്ടീഷുകാർ കുറച്ച് അമിതമായിട്ടുള്ള നികുതി ഏർപ്പെടുത്തി. അതൊക്കെ മൂലമാണ് ഈ കുറിച്യർ കലാപം നടന്നത്. അപ്പോൾ 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ ഉള്ളത് കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് അദ്ദേഹം. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാൻകോങ്. അതുപോലെ ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 2024 ഇനിയിപ്പോൾ അങ്ങനെ അധികം വരത്തില്ലായിരിക്കും. 2025 അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കും. നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായി. 7 സൂറത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായി. അതുപോലെ തന്നെ 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം നടന്നു. 29 ലാഹോർ സമ്മേളനം, 1907 പിളർപ്പ്, അതുപോലെ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി എന്നും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം.
2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അതുപോലെ തന്നെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇത് രണ്ടും ഈ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിയായവ നമുക്ക് പഠിച്ചു പോകാം. ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദിച്ചേക്കുന്നത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 അൽ അമീൻ ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ഓക്കെ, അത് മൂന്നും ശരിയായിട്ടുള്ളവയാണ്. നെക്സ്റ്റ് ചോദ്യം. അടുത്തത് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ വന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനായിരുന്നു. അതുപോലെ തന്നെ വയലാർ അവാർഡ് അശോകൻ ചെരുവിലായിരുന്നു. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനായിരുന്നു. ഓടക്കുഴൽ അവാർഡ് മാത്രമാണ് അവിടെ തെറ്റായിട്ട് കൊടുത്തേക്കുന്ന ജോഡി. അതുപോലെ നെക്സ്റ്റ് ചോദ്യം, കാലഗണന പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായി അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഇൻസിഡൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. പലപ്പോഴും PSC പരീക്ഷകളിലും മറ്റ് പരീക്ഷകളിലും ഒക്കെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കുറച്ച് ഇൻസിഡൻസ് തന്നിട്ട് ഏറ്റവും ആദ്യം നടന്നത് ഏതാണ്, രണ്ടാമത് നടന്നത് ഏതാണ് എന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതിനൊന്ന് ഓർഡർ ആക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നമുക്കറിയാം മലബാർ കലാപമാണ് ഏറ്റവും ആദ്യം നടന്നത്. മലബാർ കലാപം 1921 നടന്നത്. അതിനുശേഷമാണ് ക്ഷേത്രപ്രവേശന വിളംബരം, അതിനുശേഷം ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിനുശേഷം അതിർത്തി ഗാന്ധിയുടെ മരണം. അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഓർഡർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17. അതുപോലെ തന്നെ KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. KMRL ആണ് കൊച്ചി മെട്രോയുടെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇത് 3 പോയിന്റുകളും ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ പഠിച്ചിട്ട് പോവുക. കിബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. കിബുൾ ലംചാവോ ദേശീയോദ്യാനം മണിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദാണ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ് കാലം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ് കാലം. അവശിഷ്ട പർവ്വതങ്ങൾക്ക്, അതായത് റെസിഡ്യൂവൽ മൗണ്ടൻസിന് ഉദാഹരണമാണ് ആരവല്ലി പർവ്വതനിരകൾ. ആരവല്ലി അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമേത്? ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കോപ്പർ നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റ് കൽക്കരിയുടെ ഒരു പ്രോമിനൻറ്റ് വകഭേദമാണ് എന്ന് അറിഞ്ഞിരിക്കുക. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വയ്ക്കാം? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനമെന്ന് അറിഞ്ഞിരിക്കുക. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം.
1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് എന്ന് അറിഞ്ഞിരിക്കുക. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഉത്തരം വേദാധികാര നിരൂപണം. ശ്രീനാരായണ ഗുരുവിൻ്റെ അല്ല, ചട്ടമ്പി സ്വാമികളുടെയാണ്. ദൈവദശകവും നവമഞ്ജരിയും ദർശനമാലയും എല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല ഇവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. താഴെ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. അപ്പം ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 മൗലാന അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാളി സാഹിത്യകാരനാര്? അപ്പോൾ ലഭിച്ചവരുടെ പേരുകൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MD വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ONV കുറുപ്പിനും ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ആദ്യ ജ്ഞാനപീഠ ജേതാവാരാണ്? അത് G ശങ്കരക്കുറുപ്പാണ്. G ശങ്കരക്കുറുപ്പിന് 1965 ജ്ഞാനപീഠം ലഭിച്ചത്. അതുപോലെ XK പൊറ്റക്കാടിന് ലഭിച്ചിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. MD വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇവർക്കൊക്കെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ഒളപ്പമണ്ണയ്ക്ക് ലഭിച്ചിട്ടില്ല. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. രാധാകൃഷ്ണൻ കമ്മീഷനും അതുപോലെ തന്നെ കോത്താരി കമ്മീഷനും ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് അറിഞ്ഞിരിക്കുക. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ്. 1946-47 കാലഘട്ടത്തിലാണ് ഈ തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത്. അത് ബംഗാളിലാണ് നടന്നത്. ഭവാനി സെന്നായിരുന്നു ഇതിൻ്റെ ഒരു നേതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ട്രാൻകീബാർ എന്ന സ്ഥലത്താണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്. ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത് ട്രാൻകീബാർ എന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത് എന്നാണ് കൊടുത്തേക്കുന്നത്? നമ്മൾ കുറിച്യർ കലാപത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നത് ഇവിടെ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളവ പഠിച്ചു പോകാം. കുണ്ടറ വിളംബരം 1809 നടന്നിരിക്കുന്നത്. അതുപോലെ കുളച്ചൽ യുദ്ധം 1741 നടന്നത്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 1812 കുറിച്യ കലാപം. അപ്പോൾ കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ശരിയായവ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. എന്നാൽ ഇത് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് കൊണ്ടുവന്നത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എഴുതിയിരിക്കുന്നത്. ദേശീയ ഗാനത്തോടൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിന് ഉള്ളത് എന്നും അറിഞ്ഞിരിക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവി തന്നെയാണ് ദേശീയ ഗീതത്തിനുള്ളത് എന്നും ഇക്കൂട്ടത്തിൽ അറിഞ്ഞിരിക്കുക. അതുപോലെ വന്ദേമാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. അതോടെ ഓർത്തോണം. ഇന്ത്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്
ആക്ട് പ്രകാരമാണ് ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്ര. 1993 ഡിസംബർ 10 ആദ്യ അധ്യക്ഷൻ നിലവിൽ വന്നു എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1994 ജനുവരി 8 ഇതിൻ്റെ മനുഷ്യാവകാശ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചതൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്നുകൂടെ പറയാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഈ 3 പോയിന്റുകളും ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതേത് എന്ന് പറഞ്ഞൊരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ പറയുന്ന മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നതല്ല. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതല്ലല്ലോ വിദ്യാഭ്യാസ ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ. അപ്പോൾ അതാണ് അതിനകത്ത് തെറ്റായിട്ടുള്ളത്. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നു. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ഈ ഒരു മതസ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നു. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു എന്നുള്ള കാര്യവും ഈ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യമാണ് എന്നീ കൂട്ടത്തിലൊന്ന് അറിഞ്ഞിരിക്കുക. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരുപാട് തവണ ഒരു ചോദ്യപേപ്പറിൽ തന്നെ കുറിച്യ കലാപം വന്നിട്ടുണ്ട്. 1812 കുറിച്യ ലഹള ഉണ്ടായത്. അതുപോലെ തന്നെ പ്രധാന നേതാവ് രാമൻ നമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടന്ന ലഹളയാണ് കുറിച്യർ കലാപം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരള സുഗുണ ബോധിനി. കേരളീയ സുഗുണ ബോധിനി എന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 ശരിയായവ തന്നെയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏത് എന്ന് ചോദിച്ചുകൊണ്ട് അന്നത്തെ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമായിരുന്നു. പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് നടന്നതായിരുന്നു. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം ഉത്തരം 41. കിഴക്കോട്ടൊഴുകുന്ന 3 പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളും. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ്. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ഒരു പരീക്ഷ നടക്കുമ്പോൾ അതിന് ഉത്തരവായിട്ട് വന്നത് റോഷി അഗസ്റ്റനാണ്. നിങ്ങളെപ്പോഴാണോ ഒരു 2027 ഒരുപക്ഷെ ഈ ചോദ്യപേപ്പർ പഠിക്കുന്നതെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടാകും. എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചോണം. 1956 കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ചുകൊണ്ട്
ഒരു 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചരിത്ര സംഭവങ്ങൾ, പുന്നപ്ര വയലാർ സമരവും അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭവും മലയാളി മെമ്മോറിയലും എല്ലാം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കീഴരിയൂർ ബോംബ് കേസ് വേറെയായിരുന്നു. ഓക്കെ, അതാണ് ഉത്തരം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ടി.കെ. മാധവനാണ്. 1817 ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരമായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. 1817 ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരമായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമാണ് ജനസംഖ്യാനുപാത സംവരണം. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഭരണപരിഷ്കരണവും കുടിയാന്മ പ്രശ്നവും ഖിലാഫത്തും ഉൾപ്പെടുന്നവയാണ്. 20 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഖിലാഫത്തും കുടിയാന്മ പ്രശ്നവും ഭരണപരിഷ്കരണവും ഉൾപ്പെടുന്നതാണ് എന്ന് അറിഞ്ഞിരിക്കുക. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു അർണോസ് പാതിരിയാണ് സംഭാവന ചെയ്തത്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു എന്ന് ചോദിച്ചാൽ അർണോസ് പാതിരി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. 1809 കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴയാണ്. 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ് ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻ്റ. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻ്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലിയറൻകൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും. അതൊന്ന് ഓർത്തോണം, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകുമെന്ന് ഓർത്തിരിക്കുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം. ഇവിടെ ഉത്തരം വേഗമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഇത്. ബന്ധമുള്ളത് നമുക്ക് നോക്കാം. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോംസണാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ജെ തോംസണാണ്. ഡിസ്ചാർജ് ട്യൂബ് പരിഷ്കരണങ്ങൾ നടത്തിയതും ജെ തോംസണാണ് എന്ന് ഓർത്തിരിക്കുക. പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചത് ജെ തോംസണാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിനെ കണ്ടെത്തിയതും ജെ തോംസണാണ്. അതുപോലെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയതും ജെ തോംസണാണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രിൻ. റേഡിയോ ആക്റ്റീവകത കണ്ടെത്തിയത് ഹെൻറി ബെക്കറലാണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് അലുമിനിയം ലോഹത്തിൻ്റെ അയിരിനാണ്. അലുമിനിയം ലോഹത്തിൻ്റെ അയിരിന് ഉപയോഗിക്കുന്നു. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പർ സെയിം, ഡിഫറൻറ്റ് ആറ്റോമിക നമ്പർ, അങ്ങനെയുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഇനി ആറ്റോമിക നമ്പർ സെയിമും മാസ് നമ്പർ ഡിഫറൻറ്റുമാണ് ഐസോടോപ്പുകൾ. ഇതൊക്കെ ഒന്ന് ഓർത്തോണം, പഠിച്ചു പോകണം.